മുംബൈയിലെ ബാന്ദ്ര ടെർമിനസിൽ നിന്നുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ബാന്ദ്രയിൽ നിന്ന് ജയ്സാൽമീറിലേക്ക് പോവാണ്. ബാന്ദ്ര ജയ്സാൽമീർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ. അപ്പോൾ നമ്മൾ ബാന്ദ്രയിലാണ് ഇന്നലെ താമസിച്ചത്. ഈ ഒരു സ്റ്റേഷനിലെ റിട്ടേൺ റൂമിലാണ് താമസിച്ചത്. നമ്മൾ ഇവിടെ നിന്ന് ട്രെയിൻ കയറാൻ പോവാണ്. വണ്ടി ഉള്ളത് 12:15 നമ്മളപ്പം രാവിലെ ഇപ്പോൾ 11 നമുക്ക് കുറച്ച് ട്രെയിൻ സ്പോട്ടിംഗ് ഒക്കെ ചെയ്യാം. അവിടെ കുറേ വണ്ടി കിടപ്പണം, ഏതൊക്കെയാണെന്ന് നോക്കാം. നല്ല വിശാലമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ മനുഷ്യന്മാരും ഉണ്ട്, പട്ടികളും ഉണ്ട്, പാൻപരാഗ് ചോദിച്ച് തുപ്പിയിട്ടും ഉണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഹൗറ WAP7 ആയിട്ട് സ്വരാജ് എക്സ്പ്രസ് കിടക്കുന്നുണ്ടോ. ബാന്ദ്രയിൽ ഖത്രയ്ക്ക് പോകുന്ന വണ്ടിയാണിത്. നമ്മൾ എസ്കലേറ്റർ കയറി 7ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. നമ്മുടെ ജയ്സൽമീർ സൂപ്പർ ഫാസ്റ്റ് കിടക്കുന്നത് 7ലാണ് കേട്ടോ. നമ്മൾ ഈ നടക്കുന്ന ഈ ഫൂട്ട് ഓർബിറ്റ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര വലുതാണ്. അതായത് ഈ നമ്മുടെ ഈ ബാന്ദ്ര ടെർമിനസിന്റെ ബാക്കിലായിട്ടൊരു സബർബൻ സ്റ്റേഷൻ ഉണ്ട്, കാർ റോഡെന്ന് പറഞ്ഞേ. അപ്പോൾ അവിടെ തുടങ്ങുന്ന ഒരു ഫൂട്ട് ഓർബിറ്റാണ്. ഇതിലിങ്ങനെ നടന്നു പോയാൽ ഇങ്ങനെ വളർന്നും പുറന്നുള്ള ഫുട് ഓവർ ബ്രിഡ്ജാണ്. കുറേ ഉണ്ട്, നല്ല കണക്ടിവിറ്റി ആട്ടോ ആ സബർബൻ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഈ ബാന്ദ്ര ടെർമിനസിലേക്ക് എനിക്ക് ട്രെയിൻ കയറാൻ പോകണമെങ്കിൽ ഒന്നെങ്കിൽ കാർ റോഡ് ഇറങ്ങാം, അല്ലെങ്കിൽ ബാന്ദ്ര തന്നെ വേറെ സ്റ്റേഷനുണ്ട് സബർബൻ്റെ തന്നെ. ബാന്ദ്ര എന്നുള്ള സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് പോകണം, കാർ റോഡ് പുറകിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് വേറെ FOB ഉണ്ട്. അങ്ങനെ കുറേ FOB കയറിയിട്ട് നമ്മൾ 7ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. ഈ ബാന്ദ്ര ടെർമിനസ് നമ്മുടെ SMVT ബംഗളൂരു അതേപോലത്തെ ഒരു സ്റ്റേഷനാണ്. അതായത് ഈ സ്റ്റേഷൻ്റെ അപ്പുറത്തായിട്ടാണ് സബർബൻ ലൈൻ പോകുന്നത്. നിങ്ങൾ മാപ്പിൽ നോക്കി കാണാൻ പറ്റും. അതായത് ടെർമിനൽ സ്റ്റേഷൻ ഇപ്പുറത്തോട്ട് മാറിയും ഇങ്ങനെ ഇതിനെ ചുറ്റിയാണ് ഇങ്ങനെ ആ ഒരു സബർബൻ ലൈൻ പോകുന്നത്. അപ്പോൾ ആ സബർബൻ ലൈനിലുള്ള സ്റ്റേഷൻസ് ആണ് കാർ റോഡും ബാന്ദ്രയും. ഈ ബാന്ദ്ര സ്റ്റേഷൻ കയറി ഒരു ട്രെയിനും പോകത്തില്ല. ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ഡിപ്പാർച്ചറേ ഉള്ളൂ, അല്ലെങ്കിൽ അറൈവലേ ഉള്ളൂ. ഇത് പാസ് ചെയ്ത് പോകുന്ന വണ്ടികളില്ല. 1992 മുംബൈ സെൻട്രലിലെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി പണിത ഒരു ടെർമിനൽ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഈ കാണുന്നത്, ബാന്ദ്ര ടെർമിനസ് എന്ന് പറയുന്നത്. ഇവിടുന്ന് മെയിനായിട്ട് വെസ്റ്റേൺ ഇന്ത്യ, നോർത്തേൺ ഇന്ത്യ ഭാഗത്തേക്കാണ് ട്രെയിൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സൗത്തിലോട്ട് ഇവിടുന്ന് ട്രെയിൻസ് ഇല്ല. സൗത്തിലേക്ക് ട്രെയിൻസ് ഉള്ള നമ്മുടെ മുംബൈ LTTനും മുംബൈ CSTനുമാണ്. ഇവിടുന്ന് സൗത്തിലോട്ട് വണ്ടിയില്ല. ഇവിടുന്ന് നമ്മുടെ ഗുജറാത്ത്, രാജസ്ഥാൻ ഭാഗത്തേക്കാണ് ഇവിടുന്ന് വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ നോർത്തേൺ ഇന്ത്യ ഭാഗത്ത്, ഡൽഹി ഭാഗത്തേക്ക്. 7ൽ ഇറങ്ങി വന്നപ്പോഴേക്കും ദാ കിടക്കും നമ്മുടെ ബാന്ദ്ര ടെർമിനസ് ജയ്സൽമീർ സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ നമ്മുടെ കോച്ച് 2 ടയറാണ്, AC 2 ടയറാണ്, A1 ആണ്. അത് ഏറ്റവും ബാക്കിലെന്തോ ആണ് കേട്ടോ. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടിയുടെ ലോക്കോ ഏതാണെന്ന് നമുക്ക് അറിയണം. ഈ വണ്ടിക്ക് ശരിക്കും 2 ലോക്കോ ആണ്. അതായത് ഇവിടുന്ന് ജോധ്പൂർ വരെ ഇലക്ട്രിക്കും ജോധ്പൂരിൽ നിന്ന് ജയ്സാൽമീർ വരെ ഡീസലും ആണ്. അപ്പോൾ ജോധ്പൂർ എത്തുന്ന വെളുപ്പിനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ലോക്കോ ഏതാ നോക്കാൻ പോയിട്ട്. നമ്മുടെ ഈ ജയ്സാൽമീർ എക്സ്പ്രസ്സിന് 6 3 ടയർ, 2 2 ടയർ, ഒരു HA1, ഒരു ഫസ്റ്റ് AC കം സെക്കൻഡ് AC, പിന്നെ എത്ര 1 6 7 8 സ്ലീപ്പർ, 8 സ്ലീപ്പർ, 2 ജനറൽ. ഇത്രയും കോച്ചാണ് ഈ വണ്ടിക്കുള്ളത്. നമ്മുടെ ഈ ട്രെയിനിന് കുറേ റേറ്റ് ഷെയറിംഗ് ഉണ്ട്. ഇത് ബാന്ദ്രയിൽ നിന്ന് ഗാസിപ്പൂർ പോവും, ബാന്ദ്രയിൽ നിന്ന് പാലിത്താന, ബാന്ദ്രയിൽ നിന്ന് ജയ്സൽമീർ, ബാന്ദ്രയിൽ നിന്ന് ജയ്പൂർ, ബാന്ദ്രയിൽ നിന്ന് മഹുവ. ഈ മഹുവ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലേക്ക് ഈ വണ്ടി പോവും. പല റേക്ക് ഉണ്ടാവും. ഈ ഒറ്റ റേക്ക് മാത്രമല്ല, പല റേക്ക് ഉണ്ടാവും. അപ്പോൾ ഓരോ റേക്ക് ഓരോ ദിവസം ഓരോ സ്ഥലത്തായിരിക്കും പോകുന്നത്. അപ്പുറത്ത് കിടക്കുന്ന വണ്ടി ഇവിടെ നിന്ന് ബാന്ദ്രയിൽ നിന്ന് ഡൽഹി സരൈ രോഗിലേക്ക് പോകുന്ന ഗരീബ് രഥ് എക്സ്പ്രസ് ആണ്. അത് 12 മണിക്ക് പുറപ്പെടും, നമ്മൾ 12:15 പുറപ്പെടും. അപ്പോൾ ഇപ്പുറത്തൂടെ വേറെ വണ്ടി വരുന്നുണ്ട്, ഒരു WAP4 വെച്ചിട്ട്. അത് ഏതാ നോക്കാം ഇനി. ജോധ്പൂരിൽ നിന്ന് ബാന്ദ്രയ്ക്ക് വന്ന സൂര്യനഗരി എക്സ്പ്രസ് ആണ് കാണുന്നത് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ ബാന്ദ്രയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒട്ടുമിക്ക എല്ലാ വണ്ടികളും രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് ഭാഗത്തേക്കൊക്കെ ആയിരിക്കും. ഇതുണ്ട് ഭുജില്ലേ, ഭുജ്, ഗുജറാത്തിലെ ഭുജെന്ന് ബാന്ദ്ര വരെ പോകുന്ന കച്ച് സൂപ്പർ ഫാസ്റ്റ് ആണ് വന്നത് ഇപ്പോൾ കണ്ടോ. നമ്മുടെ വണ്ടിയുടെ ലോക്കോ വന്നു വഡോദര ഷെഡിന്റെ ഒരു WAP7 ആണ്, 30470. അപ്പൊ ഈ ലോക്കോ ആണ് നമ്മളെ ഇവിടെ നിന്ന് ജോധ്പൂർ വരെ എത്തിക്കുന്നത്. ജോധ്പൂരിന് ഡീസൽ ഒക്കെ വരും. മറ്റേ ഡബിൾ സ്റ്റാക്ക് പോകുന്ന റൂട്ടായതാണ് ഹൈ റൈസ് പാൻറ് ഉള്ള P7 ഒക്കെ നോക്കി കിട്ടിയത്. ലോക്കോ പിടിപ്പിക്കാൻ വേണ്ടി ആള് വരെ ഒരു 10 മിനിറ്റ് എടുത്ത്, ആളില്ലായിരുന്നു ലോക്കോ പിടിപ്പിക്കാൻ വേണ്ടി. ലോക്കോ കണ്ടിട്ട് അവിടെ ലോക്കോ ഇപ്പോൾ പിടിപ്പിച്ചോണ്ടിരിക്കുക. അപ്പൊ 11:55. അപ്പോൾ ഓൾ സെറ്റ്. നമ്മുടെ വഡോദര WAP7 ആയിട്ട് ജയ്സൽമീർ സൂപ്പർ ഫാസ്റ്റ് പുറപ്പെടാൻ പോവാണ്. ഞാൻ പോയി കോച്ചിൽ കയറട്ടെ. നമ്മുടെ പാൻട്രി ഉണ്ടോ, പാൻട്രി ഉണ്ടോ നമ്മുടെ വണ്ടിക്ക്. ദുരന്തോടെ ലിവറി ഉള്ള പാൻട്രി കയറാം. അപ്പോൾ നമ്മുടെ കോച്ച് A1 ആണ്. ഇവിടെ ഈ വണ്ടി ശരിക്കും വെസ്റ്റേൺ റെയിൽവേയുടെ ആണ്. അപ്പോൾ വെസ്റ്റേൺ റെയിൽവേയുടെ കോച്ചാണ്. A1 നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കോച്ചാണ്. NW ഉണ്ടോ. അപ്പോൾ രാജസ്ഥാൻ്റെ കോച്ചാണ് എൻ്റെ കോച്ച്. ഇതെന്താ എൻ്റെ കോച്ചിന് എന്താ ഹൈറ്റ് ഉണ്ടോ, ഇതുണ്ടോ, പൊങ്ങിയും താന്നു ഇരിക്കുന്നുണ്ടല്ലോ, എന്താണോ. ഒഡീഷ ഗവൺമെൻറ് എൻ്റെ പലിശ കൂട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്ത് കയറാം.
നമ്മുടെ സീറ്റ് ഇതാണ് കേട്ടോ, നടുക്കായിട്ടാണ് നമ്മുടെ സീറ്റ് ഇതാണ് കിട്ടിയത്. നല്ല നീറ്റ് കോച്ച് കേട്ടോ, പക്ക നല്ല അടിപൊളി മെയിൻറ്റൈൻ്റെ കോച്ചാണ്. എനിക്കിപ്പോൾ കിട്ടിയ 23. ജയ്സൽമീർ ഞാൻ ഉത്തരാഖണ്ഡ് പോകുന്ന ഇതിലും 23 സീറ്റ്. പക്ഷെ അത് ICF കോച്ചാണ്. അത് ഏത് വണ്ടിയും ഞാൻ പറയാം. അപ്പോൾ ഇനി ഇവിടെ സെറ്റാക്കി ഇനി നമുക്ക് യാത്ര തുടങ്ങാം. വണ്ടിയിലെ വാഷ്റൂം എന്തായാലും കാണിക്കണം. ഇവിടുന്ന് ആയിട്ട് നല്ല വൃത്തിയാണ് കേട്ടോ, നല്ല വൃത്തിയുള്ള വാഷ്റൂം. മുംബൈയിൽ ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ, തണുത്ത വെള്ളമൊക്കെ മേടിച്ചിട്ട് വന്നിരിക്കുകയാണ്. നല്ല ചൂടാണ്. ഇപ്പം 40 ഡിഗ്രിയാണ്. വേർത്ത് നമ്മുടെ അവിടത്തേക്കാട്ടും ഹ്യൂമിഡിറ്റി ഇല്ലെങ്കിലും ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ചൂടാണ് ഈ മുംബൈയിലുള്ളത്. അപ്പോൾ വണ്ടിയുടെ ബ്രേക്ക് പ്രഷറൊക്കെ റിലീസ് ചെയ്തു. നമുക്ക് വണ്ടി പോടും. നമ്മുടെ കോച്ച് എവിടത്തെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ബേസ് ജയ്പൂരിലെ കോച്ചാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ട്രിക്കുകളൊക്കെ ഉണ്ട്. ഒരു കോച്ച് എവിടത്തെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി 2021 റെയിൽ കോച്ച് ഫാക്ടറി ഉണ്ടാക്കിയ കോച്ചാണ് കേട്ടോ. നിങ്ങൾ 2 ടയറിലും 3 ടയറിലൊക്കെ കയറുമ്പോൾ ഇതേപോലെ നമുക്ക് ഷീറ്റ് വരും. അതിനകത്ത് ടവലില്ലെങ്കിൽ ചോദിക്കണം. ചിലർ ടവൽ വെക്കത്തില്ല, ചോദിച്ചാലേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ടവലുണ്ടോ കണ്ടോ, ടവലുണ്ട്. ടവല് തന്നില്ലേ ചോദിക്കണം. കറക്റ്റ് ടൈമായിട്ടോ, 12:15 നമ്മുടെ വണ്ടി ജയ്സൽമീർ സൂപ്പർ ഫാസ്റ്റ് ഇവിടെ ബാന്ദ്രയിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ഇവിടെ തൊട്ടാൽ ബൊറിവാലി, വാബി, വൽസാദ്, സൂറത്ത്, ഭറൂച്ച്, വഡോദര അങ്ങനെ സ്റ്റോപ്പുകളൊക്കെ ഉണ്ട് നമ്മുടെ വണ്ടിക്ക്. ഇങ്ങനെ ബൈ ബാന്ദ്ര ടെർമിനസ്. ഇവിടെ എല്ലാം ഷണ്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലത്തെ WDS 6AD എന്ന് പറയുന്ന ലോക്കോസ് ആണ്. ഇതൊക്കെ ബാന്ദ്ര സ്റ്റേഷൻ്റെ കേട്ടോ. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞില്ലേ, ഇവിടെ ബാന്ദ്രയുടെ കാർ റോഡിനേക്ക് ഒരു FOB ഉണ്ട്. ആ കാണുന്ന FOB ആണ് കേട്ടോ. ആ കാണുന്നത് ബാന്ദ്രയുടെ കോച്ച് കെയർ സെന്റർ ആണ്. അതായത് ബാന്ദ്രയിൽ തുടങ്ങുന്ന വണ്ടികളുടെ മെയിൻ്റനൻസും വാഷിംഗും എല്ലാം എന്താണ് ആ ഭാഗത്താണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ബാന്ദ്രയിൽ തുടങ്ങുന്ന വണ്ടികളുടെ റേക്കാണ് കിടക്കുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിയുടെ നമ്പർ 22931 ബാന്ദ്ര ടെർമിനസ് ജയ്സൽമീർ സൂപ്പർ ഫാസ്റ്റ് എന്നാണ്. ഇത് പോകുന്നത് ഇവിടെ നിന്ന് നേരെ വഡോദര, സൂറത്ത് വഴി വഡോദര, എന്നിട്ട് അഹമ്മദാബാദിൽ നിന്ന് മഹേസന, പിന്നെ മാർവാഡ് നേരെ ജോധ്പൂർ. ആ ഒരു നോർമൽ റൂട്ട് തന്നെയാണ്. ജോധ്പൂർ നേരെ ജയ്സൽമീർ. നാളെ രാവിലെ 9:30 ജയ്സൽമീർ എത്തും. പോകുന്ന വഴിക്ക് പൊക്രാൻ എന്ന സ്ഥലം ഉണ്ടല്ലോ, പൊക്രാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പൊക്രാനിൽ പോയിട്ട് ഈ വണ്ടിക്ക് ലോക്കർ റിവേഴ്സ് ഉണ്ട്. പൊക്രാൻ സ്റ്റേഷനിൽ കയറിയിട്ട് പൊക്രാനിൽ ലോക്കർ റിവേഴ്സിൽ അടിച്ചിട്ടാണ് നേരെ ജയ്സൽമീർക്ക് പോകുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ജയ്സൽമീർ പോകാൻ വണ്ടിയില്ല. അതിന് എനിക്ക് 2 വണ്ടി കയറണം. അതിൽ എളുപ്പവഴി എന്ന് പറയുന്നത് ജോധ്പൂർ പോയിട്ട് ജയ്സൽമീർ പോകുന്നതാണ്. ജോധ്പൂർ പോകാൻ വേണ്ടി നമ്മുടെ കേരളത്തിൽ 2 വണ്ടിയുണ്ട്. ഒന്ന് നമ്മുടെ കൊച്ചുവേളി ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ്, അതായത് ഞായറാഴ്ച മാത്രം കൊച്ചുവേളി എടുക്കുന്ന കൊച്ചുവേളി ശ്രീ ഗംഗാനഗർ എക്സ്പ്രസ് ഉണ്ട്. പിന്നെ ശനിയാഴ്ച മാത്രം എടുക്കുന്ന കോയമ്പത്തൂർ ഹിസാർ AC സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. നമ്മളന്ന് പോയില്ലേ, ആ വണ്ടിയുണ്ട്. അപ്പോൾ ഈ 2 വണ്ടിയാണ് കേരളത്തിൽ നിന്നുള്ളത്. മലബാറിലുള്ളവർക്ക് മാത്രമേ കോയമ്പത്തൂർ ഹിസാറിൽ കയറാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ കോട്ടയം, പത്തനംതിട്ട, തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് കൊച്ചുവേളി ഗംഗാനഗറിൽ കയറാം. അങ്ങനെ ജോധ്പൂർ പോയാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയ്സൽമീർ പോകാം. അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള, അവിടെ നിന്ന് ലോക്കൽ ട്രെയിൻസ് ഉണ്ട്, ഇതുപോലത്തെ എക്സ്പ്രസ് ട്രെയിൻസ് ഉണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ജയ്സൽമീർക്ക്. എൻ്റെ മേളിൽ സൈഡ് അപ്പറിലുള്ള പാസഞ്ചർ വരുന്നത് ഇവിടെ ബോറിവലിയിൽ നിന്നാണ്. ബോറിവലിയിൽ നിന്ന് ഫലോഡി എന്ന സ്ഥലമുണ്ട്, അവിടം വരെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള പാസഞ്ചർ എവിടെ മുതൽ എവിടം വരെയാണ് ട്രാവൽ ചെയ്യുന്നത് അറിയണമെങ്കിൽ റിസർവേഷൻ ചാർട്ട്സ് നോക്കിയാൽ മതി. ആ ഒരു വെബ്സൈറ്റിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ ട്രെയിൻ നമ്പർ അടിച്ചു കൊടുക്കണം. ട്രെയിൻ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ ഈ സീറ്റ് മാപ്പ് അടക്കം നമ്മുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് ചാർട്ട് വന്നു കഴിഞ്ഞിട്ട് 4 മണിക്കൂർ മുമ്പ് ചാർട്ട് വരും. ചാർട്ട് വന്നു കഴിഞ്ഞിട്ട് ട്രെയിൻ വിടുന്നതിന് മുമ്പ് നോക്കണം, എന്നാലേ സീറ്റ് മാപ്പ് അടക്കം കാണിക്കത്തുള്ളൂ. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ EMU ഉണ്ടല്ലോ, ലോക്കലിലെ മെയിൻ്റനൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ്. കണ്ടിവിലി EMU കാർ ഷെഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഭാഗത്ത് വരുമ്പോഴേ ഞാൻ IRCTC ഫുഡ് ഓൺ ട്രാക്ക് ഈ കാറ്ററിംഗ് ഉണ്ടല്ലോ, ആപ്പിൽ നോക്കിയപ്പോൾ കണ്ടാണ്. ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ PNR നമ്പർ അടിച്ചു കൊടുത്തപ്പോൾ വഡോദരയിലും അഹമ്മദാബാദിലൊക്കെ സൊമാറ്റോ ഡെലിവറി കാണിക്കുന്നുണ്ട്. അറിയാമോ, നമ്മൾ സാധാരണ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ സൊമാറ്റോ ഡെലിവറി കാണിക്കുന്നുണ്ട്. നോർമൽ ചാർജ് തന്നെയാണ്. സൊമാറ്റോ ഞാനിപ്പോൾ ഒരു KFC എന്നൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, വഡോദരയിൽ വരും. അപ്പോൾ അത് ഓർഡർ ഷെഡ്യൂളാവും. അതായത് നമ്മളത് ഓർഡർ എടുത്താൽ ഓർഡർ ഷെഡ്യൂളാവും. അപ്പോൾ അതിനകത്ത് കാണിക്കും സീറ്റ് നമ്പർ 23 കോച്ച് നമ്പർ A1 എന്ന് പറഞ്ഞ ഓർഡർ ഷെഡ്യൂൾ എന്ന് കാണിക്കും. അപ്പോൾ എനിക്കൊന്ന് കറക്റ്റ് ചെയ്യുമ്പോൾ കൊണ്ടുതരുമായിരിക്കും സൊമാറ്റോയിലാണ്. അതെന്തായാലും കൊള്ളാം കേട്ടോ. നമ്മുടെ അവിടെ ഈ പരിപാടിക്ക് വരണം അല്ലേ, ഈ ഭാഗത്തൊക്കെ ഈ പരിപാടി ഉണ്ട്. നമ്മുടെ അവിടെ ഈ പരിപാടിയൊന്നുമില്ല. നമ്മുടെ അവിടെ ഉണ്ടെങ്കിലും ഓൺ ടൈം കൊണ്ട് തരത്തുമില്ല, അങ്ങനത്തെ പരിപാടിയൊക്കെയാണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പായ ബോറിവലിയിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു WAP5 കിടക്കുന്നുണ്ടല്ലോ. ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആ വണ്ടി കേട്ടാ. ഇത് ഇവിടെ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് മുംബൈ സെൻട്രൽ വരെ പോകുന്ന കേട്ടോ ഡബിൾ ഡെക്കർ. ഇവിടുത്തെ ഡബിൾ ഡെക്കറിലൊന്നും പരസ്യം ഒട്ടിച്ചില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴും ആ ചെന്നൈയിലൊക്കെ ഓടുന്ന നോക്കി എന്തിനുള്ളതല്ലേ, പരസ്യമൊക്കെ ഒട്ടിച്ച് ബോറാക്കി. ഇപ്പോഴും ഇവിടത്തെ കൊള്ളാം കേട്ടോ, അടിപൊളി. ചറപറ വണ്ടി വരുന്നുണ്ടോ. അതുകൊണ്ട് നമ്മുടെ തേജസ് വന്ന് കല്യാൺ WAP7 ആയിട്ടുണ്ടോ. അഹമ്മദാബാദ്
മുംബൈ പ്രൈവറ്റ് ട്രെയിൻ IRCTC തേജസ്. ഈ വണ്ടിയിൽ നമ്മളൊരു വ്ളോഗ് ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം അഹമ്മദാബാദിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. ഇതെല്ലാം ഇനി അവിടെ ചെന്നിട്ട് തിരിച്ച് ഉച്ച കഴിഞ്ഞ് തിരിച്ച് അഹമ്മദാബാദിലേക്ക് പോകും. നമ്മൾ കഴിഞ്ഞ ദിവസം ലോക്കലിൽ വരാൻ നേരത്തെ എൻ്റെ വസായി ക്രീക്കാണ് കേട്ടോ. വണ്ടി ഇപ്പോൾ നല്ല സ്പീഡിൽ കയറിയിട്ടുണ്ട്. നമ്മളിനി വസായിക്ക് സ്കിപ്പാട്ടോ. നമ്മുടെ ആ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടിക്കൊക്കെയാണ് വസായി സ്റ്റോപ്പുള്ളത്. ഇവിടെ നിന്ന് ഇവിടുന്നൊക്കെ വസായിയൊക്കെ സ്റ്റോപ്പൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഇനി നേരെ അടുത്തത് വാപ്പി. നമ്മളിപ്പോൾ വിരാർ എന്ന സ്ഥലത്ത് എത്താറായി. ഈ വിരാർ വരെയാണ് ശരിക്കും മുംബൈ ലോക്കൽ വെസ്റ്റേൺ റെയിൽവേയുടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വിരാർ കാർ ഷെഡാണ്. വിരാറിൻ്റെ ഒരു EMU കാർ ഷെഡ് മെയിൻ്റനൻസ് നടക്കുന്ന സ്ഥലമാണ് കാണുന്നത്. വിരാറിനാണ് ഈ ചർച്ച് ഗേറ്റിനേക്കും അന്തേരിക്കൊക്കെ ഇവിടുന്ന് ലോക്കൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ജയ്സൽമീർ സൂപ്പർ ഫാസ്റ്റ് 1236 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. 21 മണിക്കൂർ 15 മിനിറ്റ് എടുക്കും. നല്ല ഭംഗിയുണ്ടല്ലേ. വൈതർണ എന്നാണ് ആ ഒരു നദിയുടെ പേരെന്ന് പറയുന്നത്. അതിന് നടുക്കായിട്ടൊരു ഐലൻഡ് പോലെ കണ്ടോ. ജൗ ഐലൻഡ് എന്നാണ് ഐലൻഡിൻ്റെ പേര്. ഇതൊക്കെ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ സ്ഥലമൊക്കെ എടുത്തിട്ടിരിക്കുന്നുണ്ടോ. മിക്കവാറും ബുള്ളറ്റ് ട്രെയിൻ ആയിരിക്കും. ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്ഥലം എടുപ്പായിരിക്കും. വിരാറ് കഴിഞ്ഞാൽ അറിയാമല്ലോ. പിന്നെ 130 km/h ആണ് ഇവിടുത്തെ വണ്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ വാപ്പി എത്താറായി കേട്ടോ. ഗുജറാത്തിൽ കയറി നമ്മൾ 2:15 വാപ്പി എത്തേണ്ടതാണ്. ഒരു 10 മിനിറ്റ് എന്തോ ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഇതിലെ ഫസ്റ്റ് AC കം സെക്കൻഡ് AC കോച്ചാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള കോച്ചാണ്. നമുക്ക് ഈ ഒരു കുറച്ച് ഭാഗം ഫസ്റ്റ് AC, അതിനപ്പുറം സെക്കൻഡ് AC. അതിൻ്റെ നെയിം ബോർഡൊന്നും വായിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ചെറുതായിട്ടാണ് നെയിം ബോർഡിൻ്റെ സ്ഥലം എഴുതിയിരിക്കുന്നത്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന പാസഞ്ചറാണ് കേട്ടോ. ഇവിടുത്തെ പാസഞ്ചറിനെല്ലാം മറ്റേ ഗുഡ്സ് ലോക്കോ WT9. ഇങ്ങനെ നമ്മൾ വാപ്പി എത്തിയിരിക്കുകയാണ്. ഗുജറാത്തിലെ വാപ്പി. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് 2022-21 മുതലുള്ള കോച്ചുകളിലൊക്കെ എല്ലാത്തിലും CCTV ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രശ്നമില്ല. ആരിലൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിപ്പറിച്ചോണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ CCTV വർക്ക് ചെയ്യണം. അതാണൊരു കണ്ടീഷൻ. ഈ വാപ്പി വൽസാദും അടുത്തടുത്ത സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മുടെ വൽസാദ് എത്തി. വൽസാദ് പോർബന്ദർ മുംബൈ സെൻട്രൽ എക്സ്പ്രസ് ആണ് കേട്ടോ. അതിപ്പോഴും പഴയ കോച്ചാണ്. പോർബന്ദർ മുംബൈ സെൻട്രൽ. ഇവിടെ എല്ലാം പ്ലാറ്റ്ഫോം ഒക്കെ മെയിൻ ലൈനിലാണ്. അതുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്ന് വണ്ടി എടുത്താൽ തന്നെ നല്ല സ്പീഡിലാണ് എടുക്കുന്നത്. സൂറത്ത് നമ്മളൊരു 2-3 മിനിറ്റ് നേരത്തെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ഔട്ടറിൽ തൂക്കി കേട്ടോ. P7 കൊണ്ട് ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് കണ്ടോ. WP7 വഡോദര. ഇതുണ്ട് ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് ബിൽഡിംഗ് വെസ്റ്റേൺ റെയിൽവേ സൂറത്ത്. ഇന്റർസിറ്റി എക്സ്പ്രസ് സൂറത്ത് ബാന്ദ്ര ഇന്റർസിറ്റി. ജനറലൊക്കെ ആൾക്കാർ കയറാൻ വേണ്ടി ഇപ്പുറ സൈഡ് നിൽക്കുന്നുണ്ടോ. നമ്മുടെ അവിടെ ചെയ്യുന്ന പോലെ അല്ലേ. ഗുജറാത്തിലെ നർമ്മദ നദിയാണ് നമ്മൾ ഈ കിടക്കുന്നത്. നർമ്മദ നദി നേരെ കടന്നു വരുന്നത് ഭറൂച്ച് ജംഗ്ഷനിലേക്കാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയവാഡ ജംഗ്ഷൻ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഈ ഭറൂച്ച് ഇരിക്കുന്നത്. നർമ്മദ നദിയുടെ അടുത്തായിട്ട് തന്നെ.
പാലം ഇറങ്ങുമ്പോൾ തന്നെയാണ് സ്റ്റേഷൻ. അപ്പോഴേക്കും ഇവിടെ ജനറലിൽ കയറാനുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും. വൈകിട്ട് 5 മണി ആവാറായി, എന്നിട്ടും 39 ഡിഗ്രി ചൂടാണ്. നോക്കി ഇവിടുത്തെ ചൂടെന്ന് പറയുമ്പോൾ നമ്മൾ വേർക്കുന്ന കുറവായിരിക്കും, പക്ഷേ ഇങ്ങനെ പൊള്ളുന്ന പോലത്തെ ഫീലിംഗാണ്. ഗാന്ധിനഗർ ഉണ്ടല്ലോ, അഹമ്മദാബാദിലുള്ള ഗാന്ധിനഗർ ക്യാപിറ്റൽ എന്ന സ്റ്റേഷനിൽ നിന്ന് മുംബൈ സെൻട്രൽ വരെ പോകുന്ന വന്ദേ ഭാരതാണ് ഇപ്പോൾ പോയത്. ഗുജറാത്തിലെ വഡോദര എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മുംബൈയിൽ നിന്ന് 5.25 മണിക്കൂർ എടുത്ത് ഇവിടെ എത്താൻ വേണ്ടി. ഗാന്ധിധാം നാഗർകോവിൽ എക്സ്പ്രസ് ആണ് ഇപ്പോൾ അങ്ങോട്ട് പോയി. ഇനി അതും കൂടെ LSB ആവാനുള്ളത് കേട്ടോ. ഒരു P4 ആയിരുന്നു അതിൻ്റെ ലോക്കോ. നമ്മളങ്ങനെ വഡോദര ജംഗ്ഷനിലെത്തി. ഇവിടെ ഒരു ഗാസിയാബാദ് P7 ആയിട്ടൊരു വണ്ടി കിടപ്പുണ്ട്. ഏതാണെന്ന് അറിയില്ല, നോക്കാം. ഗോവ രാജധാനി കേട്ടോ, ഹസ്രത്ത് നിസാമുദ്ദീൻ മഡ്ഗാവ് ഗോവ രാജധാനി. നമുക്കിവിടെ സീറ്റിലുണ്ട് തന്നു കേട്ടോ നമ്മുടെ ചിസ. എന്ത് വെട്ടമില്ലല്ലോ, എൻ്റെ ചിസ കണ്ടോ. ഇത് IRCTC വഴി സൊമാറ്റോ കൂടെ ഓർഡർ ചെയ്തതാണ് ഈ ചിസ കേട്ടോ. അവിടെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ സൊമാറ്റോ കൂടെ ഓർഡർ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ അവിടെ അങ്ങനെ കണ്ടിട്ടില്ല. വഡോദര കഴിഞ്ഞാൽ പിന്നെ ഉരുട്ടലാണ് കേട്ടോ, ഭയങ്കര ഉരുട്ടലാണ് ഇവിടെ. എന്താണെന്ന് അറിയത്തില്ല, കുറെ നേരം ഇങ്ങനെ ഉരുട്ടി ആ സാധനം പോകുന്നേ. പോയ വണ്ടി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതേതോ സ്പെഷ്യൽ ട്രെയിനാന്ന് തോന്നുന്നു. വഡോദര ജംഗ്ഷൻ ഞാൻ സ്റ്റാറ്റസ് നോക്കിയിട്ട് അതിനകത്തൊന്നും കാണിക്കുന്നൊന്നുമില്ല ഇത് ഏത് വണ്ടിയാണ്. ഇതിൽ ഇലക്ഷൻ സ്പെഷ്യലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇവിടെ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് നന്നായിട്ട് ഉരുട്ടുന്ന കുറെ നേരമായി നോക്ക്. അന്ന് നമ്മൾ ഇതിലെ പോയപ്പോഴും ഞാൻ കാണിച്ചായിരുന്നു. ഈ ഭാഗത്ത് ഫുള്ള് ഫെൻസ്ഡ് കേട്ടോ. 2 സൈഡിലും ട്രാക്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇതേപോലെ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റില്ല. പക്ഷെ ചാടി വരികയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഫെൻസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം. ഈ കന്നുകാലികൾ അങ്ങനത്തെ ആ സംഭവങ്ങളൊന്നും കയറി വരത്തില്ല. വഡോദര കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ, ആനന്ദ് ജംഗ്ഷൻ. നിങ്ങൾക്കറിയാം മുംബൈയിൽ നിന്ന് ആകെ ഒറ്റ ഡയറക്റ്റ് വണ്ടിയേ ഉള്ളൂ ജയ്സൽമീർക്ക്. ആ വണ്ടിയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. വേറെ വണ്ടിയൊന്നുമില്ല ഡയറക്റ്റ്. പിന്നെ എല്ലാം കണക്ഷൻ പിടിച്ച് പോകണം. ഡയറക്റ്റ് ഈ വണ്ടി മാത്രമേ ഉള്ളൂ. നമുക്കിനി നദിയാദ് കഴിഞ്ഞിട്ടാണ് ഇനി അഹമ്മദാബാദ് വരുന്നത്. നമ്മുടെ യാത്രയുടെ ചിലവെന്ന് പറയുന്നത് 2775 രൂപയാണ്. കാരണം അത്യാവശ്യം ദൂരമുണ്ട്, 1736 കിലോമീറ്റർ ഉണ്ട്. അതിന് അത്രയും സെക്കൻഡ് AC-ക്ക് 6:45 ഇപ്പോഴും ഇവിടെ വെട്ടമുണ്ട്. കാരണം ഇവിടെ ഈ വെയിലുള്ള സമയങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിൽ നേരം ഇരുട്ടാൻ വേണ്ടി താമസിക്കും. ഒരു 7 മണി 7:15 ആവും നേരം ഇരുട്ടാൻ വേണ്ടിയിട്ട്. അത് ഈ നോർത്ത് ഇന്ത്യയിലുള്ളൊരു പ്രത്യേകതയാണ്. ഇതാണ് നദിയാദ് ജംഗ്ഷൻ. നമ്മളെ പോകുന്ന വഴിക്ക് മുകളിൽ ഇത് കണ്ടോ, മെട്രോ പോലെ ഉണ്ട്. ഇത് മെട്രോ അല്ല, ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഇതാണ് കേട്ടോ. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിനിൻ്റെയാണ് കാണുന്നത്. കണ്ടോ, അടിപൊളി അല്ലേ.
ഇതൊക്കെ വന്നാൽ പൊളിക്കും. ഈ ഭാഗത്തൊക്കെ പില്ലർ വർക്കും സംഭവങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ആ മുംബൈ ഭാഗത്താണ് ഇനി പണി കഴിയാനുള്ളത്. അതുകൊണ്ട് കൻകരിയ കോച്ചിൻ ഡിപ്പോ എന്നാണ് ആ ഒരു സംഭവത്തിൻ്റെ പേര്. അതെനിക്ക് തോന്നുന്നു അഹമ്മദാബാദിൽ നിന്ന് വിടുന്ന വണ്ടികളിലൊക്കെ കോച്ചിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. സമയം ഇപ്പോൾ 7:20 കേട്ടോ, വൈകിട്ട്. ഇപ്പോഴും നോക്കിയേ വെട്ടം നോക്കിയേ ചെറുതായിട്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ 7:30 ആവുമെന്ന് തോന്നുന്നു നേരെ ഇരുട്ടാൻ വേണ്ടി. ഈ അഹമ്മദാബാദ് ഒരു മെയിൻ ഹബ്ബാണ്. ഇവിടെ നിന്നാണ് ഗുജറാത്തിൻ്റെ ഈ ഇടത്തെ വശമുണ്ടല്ലോ, വെരാവൽ, സോംനാഥ്, ഓക്ക ആ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഈ അഹമ്മദാബാദും തിരിഞ്ഞിട്ടാണ്. മുഗൾസരായി WAG7 ഗാന്ധിനഗറിന്ന് പുറപ്പെട്ട് ഇൻഡോർക്ക് പോകുന്ന ഒരു ശാന്തി എക്സ്പ്രസ് എന്ന വണ്ടിയാണ് ഈ പോകുന്നുണ്ടോ, പേരുള്ളതല്ലേ, ശാന്തി എക്സ്പ്രസ്. ഈ വെസ്റ്റേൺ റെയിൽവേയിൽ ഇനിയും കുറേ വണ്ടികളൊക്കെ ICF LHB ആവാനുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കുറേ വണ്ടിയുണ്ട്. ഇവിടെ കുറേ ഡീസലൊക്കെ ഇങ്ങനെ നിരത്തിട്ടേക്കുന്നുണ്ടോ. ഇത് രത്ലം ഷെഡിൻ്റെ ഒരു ആൽക്കോ ആണ്. WDM3A. പിന്നെ ഒരു സബർമതി ഷെഡിൻ്റെ ഒരു WDG4, സബർമതി ഷെഡിൻ്റെ WDP40, പുറയത്തേരും സബർമതി. അങ്ങനെ എല്ലാ വണ്ടി ഇവിടെ സബർമതി, രത്ലം, ഭട്ട് എല്ലാ സംഭവങ്ങളുണ്ട് ഇവിടെ. എല്ലാ ഷെഡിൻ്റെ ലോക്കോസ് ഇവിടെ ഇങ്ങനെ കിടക്കുന്ന കാണാം. നല്ല വലിയ സ്റ്റേഷനാണ് കേട്ടോ. എന്ത് വീഡിയോ നോക്കി അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ നോക്ക്. നമ്മളിങ്ങേറ്റത്താണ് കയറുന്നത്. അങ്ങോട്ട് പ്ലാറ്റ്ഫോം കൊടുക്കുക. അത് ബുള്ളറ്റ് ട്രെയിനിൻ്റെ റെയിൽവേ സ്റ്റേഷനാണ് പണിയുന്നതാണ്. ബുള്ളറ്റ് ട്രെയിനിൻ്റെ ആ ഒരു മെട്രോ സ്റ്റേഷൻ പോലെ പണിയുന്നുണ്ടല്ലോ, ബുള്ളറ്റ് ട്രെയിനിൻ്റെ. ഒരു റോയപുരം ഷെഡിൻ്റെ ഒരു WAP7 അവിടെ കിടക്കുന്നുണ്ടോ. മിക്കവാറും നവജീവൻ എക്സ്പ്രസ് ഉണ്ടല്ലോ ചെന്നൈയിൽ നിന്ന് വരുന്നത്, അതിൻ്റെ കൂടെ ഒന്നായിരിക്കും. അഹമ്മദാബാദ് ജംഗ്ഷൻ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ അഹമ്മദാബാദ് വിടാൻ വേണ്ടി, അതായത് അഹമ്മദാബാദ് സ്റ്റേഷൻ കഴിഞ്ഞ് അഹമ്മദാബാദ് സിറ്റി വിടാൻ വേണ്ടി മിക്കവാറും ടൈം എടുക്കും. നമ്മൾ ലാസ്റ്റ് തവണ മറ്റേ കോയമ്പത്തൂർ ഹിസാറിന് വന്നപ്പോൾ അങ്ങനെയായിരുന്നു. അയ്യോ എന്തായിരുന്നു ഇത്ര നേരം എടുത്തെന്നറിയോ. എന്ത് വലിയ സ്റ്റേഷനല്ലേ, അടിപൊളി കേട്ടോ. പ്ലാറ്റ്ഫോം ആണെങ്കിലും ക്ലീനാണ്. നമ്മുടെ വണ്ടിയിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി അഹമ്മദാബാദ് ബേസ് ആക്കിയിട്ട് ഗുജറാത്തിലെ ആ കടൽ തീരം ആ ഏരിയ ഒക്കെ കവർ ചെയ്യണം. ഇനി ഓക്ക, സോംനാഥൊക്കെ. നമ്മുടെ വണ്ടിക്ക് ഇനി രാത്രിയിൽ കുറേ സ്റ്റോപ്പാണ് കേട്ടോ. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഗ്യാപ്പിലൊക്കെ സ്റ്റോപ്പുണ്ട്. ഇനി അടുത്തൊരു സബർമതിയാണ്. നമ്മൾ 7:30 ആയപ്പോൾ എത്തി. 7:35 ഡിപ്പാർച്ചർ. അഹമ്മദാബാദിൽ നിന്ന് വിട്ടു. വലിയ ഡിലേ ഇല്ല കേട്ടോ. നമ്മൾ വന്നൊരു 10 മിനിറ്റ് കടന്നേ ഉള്ളൂ വിട്ടപ്പോൾ തന്നെ. ഇപ്പോൾ പോയത് വെരാവലിന് വരുന്നൊരു വണ്ടിയാണ്. വെരാവലിന് മുംബൈ വരെ പോകുന്ന സൗരാഷ്ട്ര ജനത എക്സ്പ്രസ്. ഇത് എഴുതിയിട്ടുണ്ട് നാഷണൽ ഹൈ സ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്. അതിൻ്റെ പില്ലറുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അഹമ്മദാബാദ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ പില്ലർ കാണാൻ നോക്ക്. എനിക്ക് തോന്നുന്നു സബർമതി ഭാഗത്തില്ലായിരിക്കും ഇത് എൻ്റെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അഹമ്മദാബാദിൻ്റെ ഐക്കോണിക് ആയിട്ടുള്ള സബർമതി നദി കടക്കുകയാണ്. നല്ല അടിപൊളി റോഡ് കണ്ടോ, റോഡ്. പിന്നെ ഇവിടെ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പാലം പണി കാണാം കേട്ടോ. താഴോട്ട് ആ പില്ലർ സെറ്റ് ചെയ്യുന്നുണ്ടോ അവർ. എന്തായാലും അടിപൊളിയല്ലേ, ഒരു പാലത്തിൻ്റെ പില്ലർ ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. താഴോട്ട് കുഴിച്ച് താഴേന്ന് വാർത്ത് വരുവാണ്ടോ. അടിപൊളി, എന്ത് വർക്കല്ലേ നോക്ക്. ഇവിടെയൊക്കെ പില്ലർ പൊന്തി വരുന്നുണ്ട്. ഈ കാണുന്നതാണ് സബർമതി ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ കേട്ടോ. ആ ബിൽഡിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. പക്ഷേ ട്രാക്കും കൂടെ വെക്കണം. കൊള്ളാം അല്ലേ, വലിയ ബിൽഡിംഗ് ആണോ. സബർമതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിനിൻ്റെ സ്റ്റേഷനിലേക്ക് ഒരു മറ്റേ FOB പണിതിട്ടുണ്ട്. കൊള്ളാം അല്ലേ. ഇതാണ് സബർമതി ഉണ്ട്. ഇവിടെ നിന്നും കുറേ ട്രെയിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളിവിടെ സബർമതി എത്തിയപ്പോഴേക്കും നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു വണ്ടി എടുക്കുന്നുണ്ടോ. ഇത് സബർമതിന് ദൗലത്പൂർ ചൗക്ക് എന്ന സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നതാണ്. ദൗലത്പൂർ ചൗക്ക് ഹിമാചലിലാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വണ്ടിയാണ് കിടക്കണേ. നമ്മുടെ വണ്ടിക്ക് ആകെ 17 മിനിറ്റ് ഡിലേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് കലോൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ രാത്രി ഈ വണ്ടിക്ക് കുറേ സ്റ്റോപ്പ് ഉണ്ട്. നമ്മളെന്ത് ഹിമസാറിന് പോയപ്പോഴെങ്കിലല്ല കേട്ടോ. രാത്രിയിൽ നമ്മൾ ഖത്തർ എത്തുന്നതിന് മുമ്പായിട്ട് രാത്രി ഒരു 1/4 മണിക്കൂർ ഗ്യാപ്പിലൊക്കെ ചറപറ സ്റ്റോപ്പാണ്.
കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മുടെ ഇപ്പുറത്തൂടെ പോകുന്ന ഗുഡ്സ് ട്രെയിന് ഡബിൾ സ്റ്റാക്ക് ആണ് കണ്ടോ, അതായത് ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് പോകുന്ന ഗുഡ്സ് ട്രെയിൻ ആണ്. ഇപ്പൊ കാണാനില്ല, അടിപൊളിയായിട്ട് കാണത്തില്ലേ? ഇതാണ് ഡബിൾ സ്റ്റാക്ക് ഫ്രൈറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഫ്രൈറ്റ് ഓടുന്ന റൂട്ട് ആയതുകൊണ്ടാണ് ഇവിടുത്തെ ലോക്കോകളുടെ പാൻറ്റോഗ്രാഫിന് നീളം കൂടുതൽ. കണ്ട, നമ്മളിപ്പോൾ മഹേസന ജംഗ്ഷൻ എന്ന സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളും ആ അപ്പുറത്തെ ആ ഡബിൾ സ്റ്റാക്ക് ഗുഡ്സും കൂടെ ഒരുമിച്ചാണ് കയറുന്നത്. എന്തൊക്കെ കാഴ്ചകളല്ല നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ കാണുന്നത്. നമുക്ക് അടിപൊളിയല്ലേ ഡബിൾ സ്റ്റാക്ക് ഫ്ലൈറ്റ്. ആ ഡബിൾ സ്റ്റാക്ക് ഇവിടെ ചവിട്ടി കേട്ടോ. ഇത്രയും ലോഡ് വലിക്കുന്ന ഒരു സിംഗിൾ WDG4 ആണ് കേട്ടോ. ഒറ്റ ലോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, സിംഗിൾ WDG4 ഉണ്ടാ. നമ്മളിപ്പോൾ രാജസ്ഥാനിലെ അബൂറോടൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ കിടന്നുറങ്ങാൻ പോവാം. സമയം 11 അപ്പോൾ രാവിലെ നമ്മൾ പൊക്രാൻ എത്തുമ്പോൾ കാണാം. രാവിലെ ആയപ്പോൾ നമ്മൾ കണ്ട് ഇവിടെ ഫലോഡി എന്ന സ്ഥലം എത്താറായിട്ടുണ്ട്. രാജസ്ഥാനിലെ ഫലോഡി ജംഗ്ഷൻ. വണ്ടി ഒരു 40 മിനിറ്റ് എന്തോ ലേറ്റാണ്. ഇപ്പം മരുഭൂമി പോലത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇനി മരുഭൂമിയൊക്കെ കാണാൻ പറ്റും പൊക്രാനൊക്കെ കഴിഞ്ഞ്. മരുഭൂമിയൊക്കെ കിടക്കുന്നുണ്ട്. രാവിലെ മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പകല് ചൂടാണ്, രാത്രി ചെറിയൊരു തണുപ്പുണ്ടാവും. ഈ ജയ്സൽമീറൊക്കെ ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങ് ദൂരെ കണ്ടില്ലേ. നമ്മുടെ വണ്ടിക്ക് ജോധ്പൂരിന് ഡീസൽ ലോക്ക് കയറ്റിയിട്ടുണ്ട് ഫ്രണ്ടിൽ. അതിനി പൊക്രാനാകുമ്പോൾ കാണാൻ പറ്റും. പൊക്രാനാകുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ബാക്കിലാവുന്ന റിവേഴ്സ് അടിക്കും. പൊക്രാനിൽ ലോക്കോ റിവേഴ്സിലുണ്ട്. അപ്പോൾ നമുക്ക് കാണാം. ഇതാണ് ഫലോദി ജംഗ്ഷൻ കേട്ടോ. നല്ല കാറ്റാണ് കേട്ടോ പുറത്ത്. രാവിലത്തെ നല്ല കാറ്റാണ്. ഈ ഫലോദി ജംഗ്ഷനിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് ബിക്കാനീർ പോകാൻ പറ്റും. ഈ ജംഗ്ഷനാണല്ലോ, ഇവിടെ നിന്ന് ബിക്കാനീർ ഉണ്ട്, ലാൽഗഡ് ഉണ്ടല്ലോ, ലാൽഗഡിലേക്ക് ഇവിടെ നിന്ന് ഒരു ലൈൻ തിരിയുന്നുണ്ട്. ഈ ഫലോദിയിൽ നിന്ന് ബിക്കാനീർ പോകാൻ പറ്റും. വണ്ടിയിലെ കുറേ ആൾക്കാരൊക്കെ വേണ്ട ഇവിടെ ഫലോദിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് രാംദേവര എന്ന സ്ഥലമാണ്. രാംദേവര അതിനെ പിന്നെ പൊക്രാൻ, ജയ്സൽമീർ. നല്ല രസമുണ്ട് ഡീസലിലെ ഹോൺ കേൾക്കാൻ, ഒരു പ്രത്യേക ഹോണല്ലേ. അടുത്ത സ്ഥലം രാമദേവര എത്തിയപ്പോഴേക്കും ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ ഇറങ്ങി കേട്ടോ. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു സ്റ്റേഷനാണ്, പക്ഷെ കൊള്ളാം. പൊക്രാൻ അടുത്ത് തന്നെ കേട്ടോ, അധികം ദൂരമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പൊക്രാൻ ശരിക്കും ബൈപ്പാസ് ഉണ്ട്, പക്ഷെ നമ്മുടെ വണ്ടി ബൈപ്പാസ് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നമ്മുടെ വണ്ടി സ്റ്റേഷനിൽ കയറി ലോക്കൊക്കെ റിവേഴ്സ് ചെയ്തിട്ടാണ് പോകുന്നത്. പൊക്രാൻ സ്റ്റേഷൻ കയറാതെ ബൈപ്പാസ് ചെയ്ത് പോകുന്ന ലൈനാണത് നേരെ കാണുന്നത് കണ്ടോ. നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് പൊക്രാൻ വഴിയാണ് പോകുന്നത്. ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ ഭാഗം ഞങ്ങൾ 1 വർഷം മുമ്പ് മറ്റേ അയൻബി ട്രിപ്പ് വന്നപ്പോൾ ഈ ഭാഗമൊക്കെ അന്നൊക്കെ ഇവിടെ സെമാഫോർ സിഗ്നലായിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ. പിന്നെയാണ് ഈ സെമാഫോർ മാറ്റി ഇപ്പം സാധാ സിഗ്നലാക്കിയത്. സെമാഫോർ ആയിരുന്നു കുറച്ചാൾ മുമ്പ് വരെ. ആലോചിക്ക്, ഇലക്ട്രിഫിക്കേഷൻ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. പക്ഷേ ഈ ബൈപ്പാസ് ഒന്നും ഇലക്ട്രിഫൈഡ് ആയിട്ടില്ല. പക്ഷെ നമ്മൾ വന്ന വഴിക്ക് ഫുൾ ഇലക്ട്രിഫൈഡ് ആയിട്ടുണ്ട്. ജയ്സൽമീറും കമ്പി വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഒരു സംഭവം കണ്ടോ, കൊള്ളാമല്ലേ? സതീമാത മെമ്മോറിയൽ ഛത്രി അങ്ങനെ എന്തോ ആണ് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. എന്താ സംഭവം എന്ന് അറിയത്തില്ല, പക്ഷെ അത് കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ പൊക്രാനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് നടന്നത് ഇവിടെയാണ് 1974. ആ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും ഞങ്ങളുടെ 9 മീറ്റർ പോയപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ പൊക്രാനിലെത്തിയപ്പോൾ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കുന്നത് ഞാൻ സുഹിത്തേട്ടനും കൂടെ ഇവിടെ ട്രെയിനിന് മുന്നിൽ വെച്ച് എൻ്റെ അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കാണിക്കാൻ ഞാൻ. അപ്പോൾ അന്ന് മറ്റേ ജോധ്പൂർ ജയ്സൽമീർ പാസഞ്ചറായിരുന്നു ആ വണ്ടി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ചെയ്ത് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇപ്പോൾ ആ ഭംഗിയൊന്നുമില്ല, എല്ലാം പോയി. ഇലക്ട്രിഫിക്കേഷൻ ആയപ്പോൾ ഇവിടുത്തെ മരമൊക്കെ വെട്ടി. ഇവിടെ ഒരു കടയിൽ നല്ല ചൂട് മിർച്ചി ബജ്ജിയും പക്കോടയൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മിർച്ചി ബജ്ജി പക്കോടൊക്കെ മേടിച്ചു. ഈ ട്രെയിനകത്തെ തിന്ന് മടുത്ത് അതിനകത്ത് ആകെ ഉപ്പുമാവും പുകയും മാത്രമേ ഉള്ളൂ, വേറൊരു കുന്തവും ഇല്ല. അപ്പോൾ നമുക്ക് ലോക്കോ റിവേഴ്സിൽ പോയി കാണാം. ലോക്കോ റിവേഴ്സിൽ ഇവിടെ ലോക്കോ റിവേഴ്സിലൊക്കെ ഭയങ്കര താമസമുള്ള ലോക്കോ ഇതിനായിട്ട് ഊരിയിട്ട് കൊണ്ടുപോയിട്ട് പോലും ഇല്ല. എന്താ അല്ലേ? ഇപ്പോൾ നമ്മുടെ ജയ്സൽമീർ സൂപ്പർ ഫാസ്റ്റിനെ ജോധ്പൂരിന് കയറ്റിവിട്ട ലോക്കമാണിത്. പകറ്റിക്കോട്ടി ഷെഡിൻ്റെ ഒരു WDP 4B ആണ്. കണ്ടാ, അടിപൊളി അല്ലേ? ഒരു പട്ടി എൻ്റെ കീഴിൽ ഹോൺ അടിച്ച ലോക്കോ പൈലറ്റ്. അവർക്കിനി ജയ്സൽമീർ വരെ ലോങ് കുട്ടി കാണാൻ ഓടിക്കാൻ ഭയങ്കര കഷ്ടമാണ്. ജനറലൊക്കെ ആൾക്കാരെ വളരെ കുറവാട്ടോ. ഇപ്പം എത്താറായില്ല ജയ്സൽമീർ, അതുകൊണ്ടായിരിക്കും. നല്ല കാമൻ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അവിടെ ഈ പൊക്രാൻ റെയിൽവേ സ്റ്റേഷൻ. ഭയങ്കര കാറ്റാണ്, നല്ല കാറ്റാണ്, നല്ല ഇരിക്കാനുള്ള സ്ഥലവുമേ അടിപൊളിയല്ലേ? ഒത്തിരി ഇഷ്ടമായി സ്റ്റേഷൻ. ഈ സാധനത്തിന്റെ ഹമ്മിങ് കേട്ടോണ്ടിരിക്കാൻ എന്ത് രസമല്ലേ? ഓൾ സെറ്റ് പിടിപ്പിച്ചു. ഒരുമാതിരി വെട്ടം, അതാണ് ഇങ്ങനെ കറുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ട്രെയിനിൽ പോയി കയറാം. എല്ലാം സെറ്റായി. ലോങ് റൂട്ടിലാണ് ഇവിടുന്ന് ഇനി പൊക്രാന് ജയ്സൽമീറിലേക്ക് നമ്മുടെ വണ്ടി പോകുന്നത്. കിടിലെ ഹോണല്ലേ ലോക്കോടെ, അടിപൊളി. നമ്മൾ 1 മണിക്കൂർ വൈകി കേട്ടോ. 1 മണിക്കൂർ 3 മിനിറ്റ് ഡിലേ ഉണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇനി 116 കിലോമീറ്റർ ഉണ്ട് പൊക്രാന് ജയ്സൽമീറിലേക്ക്. മിക്കവാറും ഒരു 2-2.5 മണിക്കൂർ എടുക്കുമായിരിക്കും. ഈ വണ്ടിക്ക് മാത്രമല്ല കേട്ടോ, ഈ ജയ്സൽമീർ പോകുന്ന കുറേ വണ്ടികൾക്കൊക്കെ ഇവിടെ പൊക്രാനിൽ വന്നിട്ട് ലോക്കോ റിവേഴ്സിലൊക്കെ ഉണ്ട്. അങ്ങനെ ബൈ ബൈ പൊക്രാൻ. മിർച്ചി പക്കോട എന്തുവാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. എരിവില്ലാത്ത പച്ചമുളകാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവില്ലാത്ത പച്ചമുളകിനകത്ത് എന്തോ ഒരു ഫില്ലിങ്, ആ ഫില്ലിങ്ങിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ സാധനം അങ്ങനത്തെ സാധനമാണ്, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. പക്ഷെ കുഴപ്പമില്ല, കഴിക്കാം. ട്രെയിൻ വളരെ പയ്യാണ് ഇവിടെ പോകുന്നത്. ഇങ്ങനെ മരുഭൂമി പോലെ 2 സൈഡിലും ഇങ്ങനെ കിടക്കുകയാണ്. സിംഗിൾ ലൈൻ പാതയാണ് അത്. ജോധ്പൂരിന് വിട്ടപ്പോഴത്തെ സിംഗിൾ ലൈനാണ്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ചെറിയൊരു തണുപ്പുണ്ട്, ചൂടായി വരുന്നേ ഉള്ളൂ. 10 മണി വരെ ചൂടാവാൻ.
ജയ്സൽമീറിന് ജോധ്പൂർ വന്ന ഡെമോ ആണ്. നേരത്തെ അത് പാസഞ്ചർ ആയിരുന്നു, പിന്നെ അത് ഡെമോ ആക്കിയതാണ്. നമ്മുടെ ഡെസ്റ്റിനേഷനായ രാജസ്ഥാനിലെ ജയ്സാൽമീറിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 9:30 കറക്റ്റ് ടൈമാണ് കേട്ടോ. ജയ്സൽമീർ സ്റ്റേഷൻ്റെ സൈഡൊക്കെ കണ്ടോ, എല്ലാം ഇതുപോലെ മരുഭൂമി വരെ കിടക്കുന്ന ഒരു വെറൈറ്റി സ്റ്റേഷനാണ് കേട്ടോ. ഭയങ്കര എന്താ സ്ട്രേഞ്ച് അല്ലേ ഇങ്ങനെയൊക്കെ. ആ കാണുന്നതാണ് നമ്മുടെ ജയ്സാൽമീർ ഫോർട്ട് എന്ന് പറയുന്നത്. ആ കിടക്കുന്ന വണ്ടി ഇവിടെ നിന്ന് ജമ്മുവിലേക്ക് അങ്ങോട്ട് കണ്ടു പോകുന്നൊരു ഷാലിമാർ എക്സ്പ്രസ് എന്ന വണ്ടിയാണ് കേട്ടോ. ഇതാണ് ജയ്സാൽമീർ സ്റ്റേഷൻ. ഇവിടെ എന്തായി മറ്റേ അമൃത് ഭാരത് സ്കീമിന്റെ ഭാഗമായിട്ട് പണിയൊക്കെ നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമിന് ഇതൊന്നും ഇല്ലാത്ത, ഷെൽട്ടർ ഒന്നും ഇല്ലാത്ത കേട്ടോ. ഇവിടെ 2 വണ്ടി കിടപ്പുണ്ട്. ഇത് ഏത് വണ്ടിയാന്ന് നോക്കട്ടെ. ഈ വണ്ടി ജയ്സൽമീരിൽ നിന്ന് ലാൽഗഡ് വരെ പോകുന്ന ലീലൻ എക്സ്പ്രസ് എന്ന വണ്ടിയാണ്. ലാൽഗഡ് എന്ന് പറയുന്നത് ബിക്കാനീറാണ്. അപ്പോൾ ഈ ലീലൻ എക്സ്പ്രസ്, ഷാലിമാർ എക്സ്പ്രസ് എനിക്ക് തോന്നുന്നു വെളുപ്പിനെ കണ്ട് വരുന്ന 2 വണ്ടിയാന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടി ഇനി ഇവിടെ നിന്ന് വൈകിട്ട് 6 മണിക്ക് തിരിച്ച് ബാന്ദ്രയ്ക്ക് പോകും. ഇവിടെ സ്റ്റേഷൻ ഫുള്ള് റിനോവേഷൻ വർക്കാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ വണ്ടി കയറ്റാറില്ലെന്ന് തോന്നുന്നു. 1-ലും 3-ലും ഒക്കെ ആയിട്ടാണ് വണ്ടി കയറ്റുന്നത്. അങ്ങനെ ജയ്സൽമീറിലേക്ക് ആദ്യമായിട്ട് ട്രെയിൻ ഒന്നിറങ്ങി. സെക്കൻഡ് ടൈമാണ് ജയ്സൽമീറിലേക്ക് വരുന്നത്. ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ, പോളൊക്കെ വെക്കുന്നേ ഉള്ളൂ ഇവിടെ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ ശരിക്കും പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ മൊത്തം പൊളിച്ചിട്ടേക്കുവാണ്. ഞാൻ ഇവിടെ നേരത്തെ 3 മാസം മുമ്പ് റിട്ടേൺ ബുക്ക് ചെയ്താണ്. പിന്നെ ഇതിൻ്റെ ഗൂഗിൾ മാപ്പ് റിവ്യൂ ഞാൻ നോക്കിയപ്പോൾ സ്റ്റേഷൻ പണിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ക്യാൻസൽ ചെയ്തു. ക്യാൻസലായില്ല, ചിലപ്പോൾ ക്യാൻസലാവും, ആയില്ലായിരുന്നു. ഞാൻ അപ്പം തന്നെ ക്യാൻസൽ ചെയ്തു. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അന്ന് കിസാറിൽ വന്ന പോലെ പണി കിട്ടിയേനെ. നമ്മുടെ വണ്ടി മാത്രമല്ല, ഇനിയും വണ്ടി വരാനുണ്ട്. സബർമതി എന്നൊക്കെ വണ്ടി വരുന്നുണ്ട്, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ വരും ഇങ്ങോട്ടേക്ക്. ഇതുകൊണ്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ മൊത്തം പൊളിച്ച് കളഞ്ഞിട്ട് പുതിയത് പണിയുണ്ട്. വലിയ ബിൽഡിംഗ് ഒക്കെ പണിത് അടിപൊളിയാക്കി പണിയുക. വെൽക്കം ടു ഗോൾഡൻ സിറ്റി ജയ്സൽമീർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജയ്സൽമീർ സ്റ്റേഷനെ പണി കഴിയുമ്പോൾ ഇതാണ്ട് ഏകദേശം ഇതേപോലെ ഇരിക്കുന്നൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കണ്ടോ. ഞാനിവിടെ ഒരു മുറി എടുത്തിട്ടുണ്ട്, അവിടെ പോയി കുളിക്കണം. അപ്പോൾ ഇത് ജയ്സൽമീറിന് ജോധ്പൂർ എന്ന ഹൈവേ ആണ്. അപ്പോൾ മുറി എടുത്തിരിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുന്നിൽ തന്നെ. ഇവിടെ കുറേ ഹോട്ടൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു എന്തോ ഭാഗ്യശ്രീ ഹോട്ടലോ അങ്ങനെ എന്തോ ഒരു ഹോട്ടലിലാണ് മുറി എടുത്തത്. ഇവിടുത്തെ കെട്ടിടമെല്ലാം ഇതേപോലെ ഗോൾഡൻ കളറിലാണ് ഇരിക്കുന്നത് ഗൈസ് കണ്ടോ. എല്ലാം ഇതേപോലെ കൊട്ടാരത്തിൻ്റെ മാതൃകയുള്ള കെട്ടിടമാണ്. അപ്പോൾ തന്നെ അങ്ങേയറ്റത്തിൽ ലെഫ്റ്റിലത്തെ ആ ഒരു കെട്ടിടത്തിലാണ് നമ്മുടെ റൂമുള്ളത്. ഇതാണ് ഭാഗ്യശ്രീ ഹോട്ടൽ കണ്ടോ. കോയബിബ് വഴി കണ്ടുപിടിച്ചാണ്. 980 രൂപ കണ്ട് ഇവിടെ ഒരു മുറിക്ക് ചാർജ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുറി. ഇത് ചെക്ക് ഇൻ ടൈം 12 മണിയാണ്. പക്ഷെ നമുക്ക് നേരത്തെ കിട്ടി, കാരണം ഞാൻ നാളെ രാവിലെ വെളുപ്പിന് 2 മണിക്ക് പോകും മറ്റേ റാണിക്കേത് എക്സ്പ്രസ്സിന്. അതിൻ്റെ കൂടുതൽ വിവരം ഞാൻ അടുത്ത വീട്ടിലെല്ലാം പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ മുറി. 980 രൂപയ്ക്കാണ് ഈ ഒരു മുറി കിട്ടിയത്. കുഴപ്പമില്ല, ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ബാന്ദ്രയിൽ നിന്ന് ജയ്സൽമീർ വരെയുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇന്ന് നമ്മുടെ ജയ്സൽമീറിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. ജയ്സൽമീർ വാർ മ്യൂസിയം, ജയ്സൽമീർ കോട്ട. ചൂട് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, ചൂടനുസരിച്ച് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ചൂടായി വരുന്നേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ജയ്സൽമീറിൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് കാത്തിരിക്കാം. അപ്പോഴേക്കും ബൈ.